കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന മൊഡ്യൂളിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഒന്ന് വായിക്കാം. ഡാഷ് കൺവേർട്സ് ദ പ്രോഗ്രാംസ് റിട്ടൺ ഇൻ അസംബ്ലി ലാംഗ്വേജ് ഇൻടു മെഷീൻ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എന്താ ഉള്ളത്? മെഷീൻ കമ്പൈലർ. അപ്പോൾ ഈ കമ്പൈലർ എന്താ ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. കമ്പൈലറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്പൈലർ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ കോഡ് കൺവേർഷൻ. അതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മെഷീൻ കമ്പൈലർ ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ നിങ്ങൾക്കാണ് ഓപ്ഷൻ ഇന്റർപ്രറ്റർ. ഇന്റർപ്രറ്റർ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിലുള്ള അതായത് അറ്റ് എ ടൈം ഒരു സ്റ്റേറ്റ്മെന്റിനെ എടുത്തിട്ട് അതെന്ത് ചെയ്യും? മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ഈ ഇന്റർപ്രറ്റർ ചെയ്യുന്നത്. അപ്പം ഇന്റർപ്രറ്റർ സ്റ്റേറ്റ്മെന്റിനെ എന്താ ചെയ്യുന്നത്? മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എന്താ? അസംബ്ലർ. അസംബ്ലർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസംബ്ലർ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആയിരിക്കും. അത് മെയിൻ ആയിട്ട് നമ്മുടെ ഈ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ആര് ചെയ്യുന്നത്? അസംബ്ലർ. പിന്നെന്താ? കൺവേർട്ടർ. ലാസ്റ്റ് ഓപ്ഷൻ കൺവേർട്ടർ. കൺവേർട്ടർ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഡാറ്റേനെ ഒരു ഫോർമാറ്റിൽ നിന്ന് വേറൊരു ഫോർമാറ്റിലോട്ടാണ് ഈ കൺവേർട്ടർ എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഡാഷ് കൺവേർട്സ് ദ പ്രോഗ്രാംസ് റിട്ടൺ ഇൻ അസംബ്ലി ലാംഗ്വേജ് ഇൻടു മെഷീൻ ഇൻസ്ട്രക്ഷൻസ്. അപ്പം കമ്പൈലർ ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഇന്റർപ്രറ്റർ ഒരു സ്റ്റേറ്റ്മെന്റിനെ മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അസംബ്ലർ എന്താ ചെയ്യുന്നത്? നമ്മുടെ അസംബ്ലി ലാംഗ്വേജിനെ എന്ത് മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ അസംബ്ലർ. അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറീസ് ക്യാൻ ബി പ്രോഗ്രാംഡ് വൺസ് ബൈ ദ യൂസർ ആൻഡ് ദെൻ കനോട്ട് ബി എറേസ്ഡ് ആൻഡ് റീപ്രോഗ്രാംഡ്? ഓപ്ഷൻസിൽ റോം ഉണ്ട്, പി റോം ഉണ്ട്, ഇ പി റോം ഉണ്ട്, ഇ പി റോം ഉണ്ട്. അപ്പോ നമുക്ക് നോക്കാം. റോം എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോം എന്ന് പറയുന്നത് എന്താ? റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്താ? പി റോം ആണ്. പി റോം എന്ന് പറയുമ്പോൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് നമ്മുടെ പ്രോം എന്ന് പറയുന്നത്. മൂന്നാമത്തത് എന്താ? ഇ പി റോം. ഇ പി റോം എന്ന് പറയുമ്പോ എറേസബിൾ പി റോം. അതാണ് നമ്മുടെ എന്ത്? ഇ പി റോം എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ എന്താ? ഇ പി റോം. ഇ പി റോം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി എറേസബിൾ. അതായത് ഇലക്ട്രിക്കലി എറേസബിൾ പി റോം. അതാണ് നമ്മുടെ ഇ പി റോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറീസ് ക്യാൻ ബി. നമുക്ക് പ്രോഗ്രാം അതായത് ഒരു തവണ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെങ്കിൽ പിന്നെ നമുക്കതിനെ എറേസ് ചെയ്യാനോ റീപ്രോഗ്രാം ചെയ്യാനോ ഒന്നും പറ്റൂല. അങ്ങനെയുള്ള ഏതാണ് ഈ ഓപ്ഷൻ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ റോം നോക്ക്. റോമിൽ നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിന് പ്രോഗ്രാം ചെയ്യാനും പറ്റില്ല, എറേസ് ചെയ്യാനും പറ്റില്ല, ഒന്നും പറ്റില്ല. പക്ഷെ താഴോട്ടേക്കുള്ളതൊക്കെ എന്താ? നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ എറേസ് ചെയ്യാനും വേണ്ടി പറ്റും, റീപ്രോഗ്രാം ചെയ്യാനും ഒക്കെ പറ്റും. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റീഡ് ഓൺലി. അതായത് നമ്മുടെ റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ റോം. ഇതായിരിക്കും അതിന്റെ ആൻസർ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദ ഹൈ സ്പീഡ് മെമ്മറി ബിറ്റ്വീൻ ദ മെയിൻ മെമ്മറി ആൻഡ് ദ CPU കോൾഡ്? ഓപ്ഷനിൽ രജിസ്റ്റർ മെമ്മറി ഉണ്ട്, കാഷ്യ മെമ്മറി ഉണ്ട്, സ്റ്റോറേജ് മെമ്മറി ഉണ്ട്, വെർച്വൽ മെമ്മറി ഉണ്ട്. ചോദിച്ചിട്ടുള്ളത് എന്താ? ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ മെയിൻ മെമ്മറിയുടെയും അതുപോലെ തന്നെ നമ്മുടെ CPU അതായത് നമ്മുടെ പ്രോസസറിന്റെ ഇടയിലും വെക്കുന്ന ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ഏതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ? നമ്മുടെ ഒരു
മെമ്മറി ഹയറാർക്കി നമുക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്, നമ്മുടെ രജിസ്റ്റർ മെമ്മറി ഉണ്ട്, ഇവിടെ രജിസ്റ്റർ മെമ്മറി ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കാഷെ മെമ്മറി ഉണ്ട്, ദെൻ എന്തുണ്ട്, ഒരു മെയിൻ മെമ്മറി ഉണ്ട്, ദെൻ എന്തുണ്ട്, നമ്മുടെ ഒരു മാഗ്നറ്റിക് ഡിസ്ക് ഉണ്ട്, മാഗ്നറ്റിക് ഡിസ്ക് വരുന്നുണ്ട്, ദെൻ എന്തുണ്ട്, മാഗ്നറ്റിക് ടേപ്പ് വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഒരു കണ്ടോ രജിസ്റ്റർ ഉണ്ട്, ദെൻ കാഷെ മെമ്മറി, ദെൻ മെയിൻ മെമ്മറി വരുന്നുണ്ട്, ദെൻ മാഗ്നറ്റിക് ഡിസ്ക് വരുന്നുണ്ട്, ദെൻ മാഗ്നറ്റിക് ടേപ്പ് വരുന്നുണ്ട്. അപ്പോ ഇതിന്റെ താഴോട്ട് വരുന്നതും സൈസ് കൂടി പോകുന്നുണ്ട് മെമ്മറിന്റെ. അപ്പൊ നിങ്ങൾ നോക്ക്, നമ്മുടെ പ്രൊസസർ വരുന്നത് എവിടെയാ, ഇതാണ് നമ്മുടെ പ്രൊസസറിന്റെ രജിസ്റ്റർ മെമ്മറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രൊസസർ ഉണ്ട്, ദെൻ ഇവിടെ എന്തുണ്ട്, നമ്മുടെ മെയിൻ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി മെമ്മറി ഉണ്ട്. ഈ രണ്ട് മെമ്മറിന്റെയും ഇടയ്ക്കുള്ളത് ആരാണ്, നമ്മുടെ കാഷെ മെമ്മറിയാണ് ഉള്ളത്. ഓക്കെ, അപ്പോ നമ്മുടെ പ്രൊസസറിന്റെയും നമ്മുടെ മെയിൻ മെമ്മറിന്റെയും ഇടയ്ക്ക് വെക്കുന്ന നമ്മുടെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് കാഷെ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ എന്താ ഇവിടെ നമ്മളുടെ എന്തുണ്ട്, പ്രൊസസർ അല്ലെങ്കിൽ CPU, പ്രൊസസറിന്റെയും അതുപോലെ തന്നെ മെമ്മറിന്റെയും ഇടയിൽ വെക്കുന്ന ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി. അതായത് കണ്ടോ, ഈ മോഡേൺ പ്രൊസസേഴ്സിനെല്ലാം സ്പീഡ് കൂടുതലായിരിക്കും നമ്മുടെ മെയിൻ മെമ്മറിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. ആ സമയത്ത് എന്താ, മെമ്മറിക്ക് പ്രൊസസറിന് വേണ്ടിയിട്ട് ഡാറ്റ കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഡിലേ ഒക്കെ വരും. ആ സമയത്ത് പ്രൊസസറിന്റെ വർക്കിംഗ് കുറച്ച് സ്ലോ ആവും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രൊസസറിന് കുറെ ടൈം വെയിറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കേണ്ടി വരും. അപ്പൊ ആ ഒരു കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫാസ്റ്റസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാഷെ മെമ്മറി ഈ ഒരു പ്രൊസസറിന്റെയും മെയിൻ മെമ്മറിന്റെയും നടുക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ പ്രൊസസറിന് എന്താ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം മെയിൻ മെമ്മറിയിലെ ഡാറ്റ നമ്മുടെ കാഷെ മെമ്മറിയിൽ വെക്കാൻ വേണ്ടി പറ്റും. ദെൻ എന്താ ഈ പ്രോഗ്രാം പിന്നെ ആ ഒരു ഡാറ്റനെ റെഫർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പിന്നെ മെയിൻ മെമ്മറി ആയിട്ട് ഒരു കോണ്ടാക്ട് വരേണ്ട ആവശ്യമില്ല. ഈ കാഷെ മെമ്മറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ പ്രൊസസറിന് ഡാറ്റനെ എടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതെന്ന് പറയുന്നത് കാഷെ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായാലും കാഷെ മെമ്മറിയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറി ടെക്നോളജി ഈസ് ഹൈലി ഡെൻസർ? ഓപ്ഷൻസില് DRAM ഉണ്ട്, SRAM ഉണ്ട്, EPROM ഉണ്ട്, ഫ്ലാഷ് മെമ്മറി ഉണ്ട്. അപ്പോ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഹൈലി ഡെൻസർ ആയിട്ടുള്ള മെമ്മറി ഏതാണ് ചോദിച്ചിട്ടുള്ളത്. DRAM ആണോ, SRAM ആണോ, EPROM ആണോ, ഫ്ലാഷ് മെമ്മറി ആണോ എന്ന്. ഇതില് എന്താ, നമ്മുടെ ഈ DRAM എടുക്കുകയാണെങ്കിൽ DRAMല് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ കപ്പാസിറ്ററും അതുപോലെ തന്നെ ഒരു സിംഗിൾ ട്രാൻസിസ്റ്ററും ആണ് അത് യൂസ് ചെയ്യുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ ഈ SRAM-ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് SRAM-ൽ എന്താ, അതിൽ ഒന്നിൽ കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സിംഗിൾ ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5-6 ട്രാൻസിസ്റ്റേഴ്സ് ആയി യൂസ് ചെയ്യുന്നുണ്ട്. ഈ SRAM എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SRAM-ന്റെ സൈസ് അല്ലെങ്കിൽ വോളിയം എന്താണ്, വലുതാണ്. ആര് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ DRAM-ന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ SRAM-ന്റെ സൈസ് കൂടുതലാണ്. സൈസ് കൂടുതലാവുന്ന സമയത്ത് നമ്മുടെ ഈ ഡെൻസിറ്റി അതായത് ഡെൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, SRAM-ന്റെ കുറവായിരിക്കും. ആരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് DRAM. അപ്പോ ഈ DRAM-ല് മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ് എന്താ, സിംഗിൾ കപ്പാസിറ്റർ, അതുപോലെ സിംഗിൾ ട്രാൻസിസ്റ്റർ ആണ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ DRAM-ന്റെ സൈസ് എന്താണ്, ചെറുതാണ്. സൈസ് ചെറുതാന്നുകൊണ്ട് തന്നെ അതിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ അത് മോർ ഡെൻസർ ആയിരിക്കും. അപ്പം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, DRAM. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡയറക്റ്റീവ് യൂസ്ഡ് ടു ഇൻഫോം ദ അസംബ്ലർ the name of the logical segments to be assumed for different segments used in the program. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു അസംബ്ലർ ഡയറക്റ്റീവ്, അതായത് താഴെ കൊടുത്തിരിക്കുന്നതില് ഏത് അസംബ്ലർ ഡയറക്റ്റീവ് ആണ് എന്താ പറയണ്ടേ, നമ്മുടെ സെഗ്മെന്റിനോട് നെയിം അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാ. അപ്പോൾ ഈ അസ്യൂം
നമുക്ക് ആദ്യം ഓരോ ഇതൊക്കെ ഈ കൊടുത്തിട്ടുള്ള ഓരോ ഓപ്ഷനും എന്താണ് അസംബ്ലർ ഡയറക്റ്റീവ്സ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അസ്യൂം എന്ന് പറയുന്ന ആ ഒരു അസംബ്ലർ ഡയറക്റ്റീവ് നോക്കാതെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതാണ്. ഈ അസ്യൂമില് ശരിക്കും അസ്യൂം ആണ് നമ്മുടെ എന്താ പറയുക സെഗ്മെന്റിലോട്ട് അതിന്റെ നെയിം അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അസ്യൂം എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ആണ്. അപ്പോ അസ്യൂം CS കോഡ് ഇതൊരു എക്സാമ്പിൾ ആണ്. അത് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് അസ്യൂം സെഗ്മെന്റ് നെയിം. ഇതാണ് സിന്റാക്സ് വരുന്നത്. ഈ സിന്റാക്സ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അസ്യൂം CS കോഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ CS എന്ന് പറയുന്നത് എന്താ കോഡ് സെഗ്മെന്റ് ആണ്. ആ കോഡ് സെഗ്മെന്റ് അതായത് നമ്മുടെ സെഗ്മെന്റ് എന്ന് പറയുന്നത് CS എന്ന് പറയുന്നത് കോഡ് സെഗ്മെന്റ്. ആ കോഡ് സെഗ്മെന്റിന്റെ നെയിം ആണ് എന്തെന്ന് പറയുന്നത് കോഡായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് അസ്യൂം വർക്ക് ചെയ്യുന്നത്. ദെൻ സെഗ്മെന്റ്, ഈ ഒരു സിംഗിൾ സെഗ്മെന്റ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് നമ്മളൊരു ലോജിക്കൽ സെഗ്മെന്റിന്റെ സ്റ്റാർട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതിന്റെ സിന്റാക്സ് എന്ന് പറയുമ്പോൾ എന്താ രണ്ടാമത്തേത് ഫസ്റ്റിന്റെ ഓപ്ഷൻ, രണ്ടാമത്തെന്ന് പറയുമ്പോൾ സെഗ്മെന്റ് അല്ലേ. അപ്പൊ അതിന്റെ സിന്റാക്സ് കോഡ് സെഗ്മെന്റ്. അപ്പോ ഒരു അസംബ്ലർ ഡയറക്റ്റീവിനോട് ഈ കോഡ് എന്ന് പറയുന്നത് ഒരു സെഗ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഈ കോഡ് എന്ന് പറയുന്ന സെഗ്മെന്റിന്റെ സ്റ്റാർട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത് ഈ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത്. ദെൻ ഷോർട്ട്, മൂന്നാമത്തെ ഇതാണ് ഷോർട്ട് എന്ന് പറയുന്നത്. ഷോർട്ട് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ എന്തെങ്കിലും ഒരു നമ്മളിപ്പോ കറന്റ് എന്തെങ്കിലും ഒരു സോഴ്സ് കോഡിന്റെ ലെങ്ത് ഷോർട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് എന്ന് പറയുന്ന ഒരു അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത്. ദെൻ നാലാമത്തെ ഓപ്ഷൻ DB, അതായത് ഡിഫൈൻ ബൈറ്റ് ആണ് അതിന്റെ. അത് DB എന്ന് പറയുമ്പോൾ ഡിഫൈൻ ബൈറ്റ്. ഈ ഡിഫൈൻ ബൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബൈറ്റ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് DB എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത്. Used to declare a byte variable. ഒരു ബൈറ്റ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DB അതായത് ഡിഫൈൻ ബൈറ്റ് എന്ന് പറയുന്ന ഒരു അസംബ്ലർ ഡയറക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മെമ്മറിയിൽ ഒരു ബൈറ്റ് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ DB നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ദ ഡയറക്റ്റീവ് യൂസ്ഡ് ടു ഇൻഫോം ദ അസംബ്ലർ ദ നെയിം ഓഫ് ദ ലോജിക്കൽ സെഗ്മെന്റ് ടു ബി അസ്യൂംഡ് ഫോർ ഡിഫറെന്റ് സെഗ്മെന്റ്സ് യൂസ്ഡ് ഇൻ ദ പ്രോഗ്രാം. അപ്പോൾ അസംബ്ലറിനോട് പറയുന്ന ഏത് അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ലോജിക്കൽ സെഗ്മെന്റിന്റെ നെയിം അസ്യൂം ചെയ്യുന്നത്, നെയിം അസംബ്ലറിനോട് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. അപ്പോ അതിനുള്ള ആൻസർ ആണ് നമ്മുടെ അസ്യൂം എന്ന് പറയുന്ന ഓപ്ഷൻ. അസ്യൂമിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതാണ് അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. ഇതാണ് സിന്റാക്സ്. ഈ സിന്റാക്സ് നിങ്ങൾക്ക് കാണാം ഇവിടെ. അസ്യൂം സെഗ്മെന്റ് നെയിം ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുള്ളത് അസ്യൂം CS കോഡ് എന്ന് പറയുന്നത്. ഈ CS എന്ന് പറയുന്നത് എന്താ കോഡ് സെഗ്മെന്റ് ആണ്. ആ കോഡ് അത് കോഡ് സെഗ്മെന്റ്, ആ സെഗ്മെന്റിന്റെ നെയിം ആണ് കോഡ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ആൻസർ അപ്പോ അസ്യൂം ആണ് വരുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.